പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 3യിലെ പാറ്റേൺസ് ഓഫ് നമ്പേഴ്സ് ഓൺ ദ നമ്പർ ലൈൻ എന്നുള്ള പോർഷനാണ്. ഇതിന് മുമ്പുള്ള പോർഷൻസും ആദ്യത്തെ 2 ചാപ്റ്റേഴ്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ കേട്ടോ. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കാം, നമ്മുടെ നമ്പർ ലൈനിൽ നമ്പേഴ്സിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിനി നോക്കുന്നത്. വി ആർ ക്വൈറ്റ് ഫെമിലിയർ വിത്ത് നമ്പർ ലൈൻസ്. നൗ ലെറ്റ് സി ഇഫ് വി ക്യാൻ പ്ലേസ് സം നമ്പേഴ്സ് ഇൻ ദർ അപ്രോപ്രിയേറ്റ് പൊസിഷൻ ഓൺ ദി നമ്പർ ലൈൻ. അപ്പോൾ നമ്പർ ലൈനിൽ നമുക്ക് ചില നമ്പേഴ്സ് അതിൻ്റെ അപ്രോപ്രിയേറ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഹിയർ ആർ ദ നമ്പേഴ്സ് 2180, 2754, ഇങ്ങനെ കുറേ നമ്പേഴ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമുക്കൊരു നമ്പർ ലൈന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. 1000 തൊട്ട് 10,000 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഒരു നമ്പർ ലൈന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ നമ്പേഴ്സൊക്കെ നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് വൺ 2180 ആണ് ആദ്യത്തെ നമ്പർ. അത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്പറും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നമ്പർ ലൈൻ നോക്കിയേ, ഈ വലിയ മാർക്കിംഗ് ഒക്കെ 1000 വെച്ചുള്ളതാണല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഓരോ ചെറിയ മാർക്കിങ് തന്നിട്ടുണ്ട്. അത് എത്രൻ്റെയാണ്? ഇത് 500ൻ്റെ ആണ്. അപ്പോൾ ഇവിടെ ഈ നമ്പർ എന്ത് വരും? ഈ നമ്പർ 1500 എന്ന് വരും. അടുത്ത ഈ കുഞ്ഞു മാർക്കിങ് എന്ത് വരും? 2500 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ കുഞ്ഞു മാർക്കിങ് എന്തായിരിക്കും വരുന്നത്? 3500 എന്ന് വരും. ഇത് 4500 എന്ന് വരും. അപ്പോൾ ഈ ഓരോ നമ്പേഴ്സിൻ്റെ മിഡിലുള്ളത് എന്തായിട്ട് വരും? 100ൻ്റെതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നോക്കിയേ, അടുത്തത് 1500 ആണ് നമുക്ക് അടുത്തതായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 1500 ഇവിടെ വരും. 1500 ഇവിടെ ഈ 1000ൻ്റെയും 2000ൻ്റെയും കൂടെ കറക്റ്റ് മിഡിലായിട്ട് വരും. അപ്പോൾ നമുക്ക് 1500 ഇവിടെ മാർക്ക് ചെയ്യാം. ഇതാണ് 1500. അടുത്തത് 3600. 3600 ഇവിടെ വരും. 3500 കഴിഞ്ഞിട്ട് അടുത്ത മാർക്കിംഗ് ആണ് 3600. അടുത്തത് 9950. അതെവിടെ വരും? 9950 എന്ന് പറയുമ്പം 10,000ൻ്റെ തൊട്ട് മുമ്പിൽ ഇവിടെ വരും 9950. അടുത്തത് 9590. അതെവിടെ വരും? കറക്റ്റ് ഈ മിഡിലിൽ വരുന്നത് എന്താണ്? 9500 ആണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരും 9590. അടുത്തത് 1050. 1050 എവിടെ വരും? 1000-നോട് തൊട്ടടുത്ത് വരും 1050. അടുത്തത് 3050. അതെവിടെ വരും? ഈ 3000-നോട് തൊട്ടടുത്ത് വരും 3050. അടുത്തത് 5030. അത് എവിടെ വരും? 5000-നോട് തൊട്ടടുത്ത് വരും 5030. അടുത്തത് 5300. അത് ഇതിൻ്റെ കുറച്ചുകൂടി ഇപ്പുറത്തോട്ട് മാറി വരും അല്ലേ. ഇവിടെ വരും 5300. അടുത്ത 8400 എവിടെ വരും? കറക്റ്റ് മിഡിലിൽ വരുന്നത് 8500 ആണ്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വരും 8400. അപ്പോൾ നമ്പർ ലൈനിൽ ഇങ്ങനെ നമുക്ക് നമ്പേഴ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ കറക്റ്റ് നമുക്ക് മാർക്കിങ്സ് തന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മുടെ ഒരു ഏകദേശം ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് ഫിഗർ ഇറ്റ് ഔട്ടാണ്. പേജ് നമ്പർ 59-ലെ ഫിഗർ ഇറ്റ് ഔട്ടാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പേജ് നമ്പർ 59. Identify the numbers marked on the number line below and label the remaining positions. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ലൈനിൽ നമ്മൾ ചെയ്തിട്ടുള്ള നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് ലേബൽ ചെയ്യാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ ഇവിടെ 2 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. 2010-ഉം 2020-യും തന്നിട്ടുണ്ട്. അപ്പോൾ 2010-ൻ്റെയും 2020-യുടെയും കറക്റ്റ് മിഡിലിൽ ഇവിടെ വരുന്ന നമ്പർ അപ്പോൾ എന്തായിരിക്കും? 2015 ആയിരിക്കും അല്ലേ. 2015.
അപ്പോൾ ഇവിടെ ഓരോന്നും തമ്മിൽ എത്രൻ്റെ വ്യത്യാസമാണുള്ളത്? 5ൻ്റെ വ്യത്യാസമാണുള്ളത് അല്ലേ? 2010, 2015, 2020. അപ്പോൾ അടുത്തെന്തായിരിക്കും? 2025, അടുത്തത് 2030, അടുത്തത് 2035. ഇനി ആദ്യത്തെ എന്തായിരിക്കും ഇപ്പോൾ വരുന്നത്? ഇതിൻ്റെ തൊട്ട് മുമ്പിൽ അപ്പോൾ 2005 എന്ന് വരും. ഇവിടെ 2000 എന്ന് വരും. ഇവിടെ അപ്പോൾ എന്തായിരിക്കും? 1995. ഇവിടെ 1990 എന്ന് കിട്ടും. കണ്ടല്ലോ, നമ്മളോട് നമ്പർ ലൈനിൽ നമ്പേഴ്സ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? മാർക്ക് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പൊസിഷൻ ലേബൽ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് 2010ഉം 2020യുമാണ്. ഇനി അടുത്തത് നമുക്കിവിടെ 9996, 9997 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് എഴുതാൻ എളുപ്പമാണല്ലോ അല്ലേ? ഇവിടെ 96, ഇവിടെ 97. അപ്പോൾ അടുത്ത എന്തായിരിക്കും? 9998, 9999. അടുത്ത എന്തായിരിക്കും? 10,000. അടുത്തത് 10,001. അടുത്തത് 10,002. ഇനി ഇങ്ങോട്ട് എന്തായിരിക്കും? 9995, 9994, 9993. ഇനി അടുത്തതിൽ നോക്കി 15,077, 15,078. അടുത്ത എന്തായിരിക്കും? 15,079, 15,079 കഴിഞ്ഞിട്ട് 80, 15,081, 15,082, 15,083 നമുക്ക് തന്നിട്ടുണ്ട്. 15,084, 15,085, 15,086. ഇനി അടുത്ത നമുക്കിവിടെ 86,705, അടുത്തത് 87,705. അപ്പോൾ ഇവിടെ ചേഞ്ച് ആകുന്നത് 1000ൻ്റെ പ്ലേസ് ആണല്ലേ? ഇവിടെ 6,000, ഇവിടെ 7,000. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ എന്തായിരിക്കും? 85,705. അടുത്തത് 84,705. ഇവിടെ 83,705. ഇനി ഇങ്ങോട്ട് എന്തായിരിക്കും? ഇവിടെ 87 ആണ്. അപ്പോൾ അടുത്തത് 88,705, 89,705. അടുത്തത് 90,705. അടുത്തത് 91,705. 1000 വെച്ചാണ് കൂടുന്നത്. അടുത്തത് 92,705. ഇവിടെ എല്ലാം 1000 വെച്ചിട്ടാണ് കൂടിയിട്ടുള്ളത്. പുട്ട് എ സർക്കിൾ അറൗണ്ട് ദ സ്മോളസ്റ്റ് നമ്പർ ആൻഡ് എ ബോക്സ് അറൗണ്ട് ദി ലാർജസ്റ്റ് നമ്പർ ഇൻ ഈച്ച് ഓഫ് ദി സീക്വൻസ് എബവ്. അപ്പോൾ നമുക്ക് ഈ മുകളിൽ തന്നിരിക്കുന്ന ഓരോ സീക്വൻസിലും സ്മോളസ്റ്റ് നമ്പറിന് സർക്കിളും കൊടുക്കണം, ലാർജസ്റ്റ് നമ്പറിന് ബോക്സും കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ സ്മോളസ്റ്റ് നമ്പർ 90 ആണ്. ലാർജസ്റ്റ് നമ്പർ 35 ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ബോക്സ് കൊടുത്തു. ഇവിടെ സ്മോളസ്റ്റ് 9993 ആണ്. ഇവിടെ 10,002 ആണ്. ഇവിടെ 15,077 ആണ് സ്മോളസ്റ്റ്. ഇവിടെ 15,086 ആണ് ലാർജസ്റ്റ്. ഇവിടെ 83,705 ആണ് സ്മോളസ്റ്റ്. 92,705 ആണ് ലാർജസ്റ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 59 ഫിഗർ ഇറ്റ് ഔട്ട് കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.